എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ വീട് ഷിഫ്റ്റ് ചെയ്തു. അപ്പം ഞാൻ മുന്നേ ഉണ്ടായിരുന്നത് ജർമ്മനിയിലുള്ളവർക്കറിയാം, അല്ലെങ്കിൽ സൗത്ത് ജർമ്മനിയിലൊക്കെ ഉള്ളവർക്കറിയാം, ഞാൻ ലുഡ്വിഗ്സ്ബർഗ് എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ അണ്ടറിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ സ്റ്റുട്ട്ഗാർട്ട് എന്ന് പറയുന്ന ആ ഒരു സിറ്റിയുടെ അല്ലെങ്കിൽ ആ ഡിസ്ട്രിക്റ്റിൻ്റെ അണ്ടറിലാണ് ഇപ്പം ഞാനുള്ളത്. അപ്പോൾ നമ്മൾ ജർമ്മനിയിൽ നോർമലി നമ്മുടെ താമസ സ്ഥലം മാറുമ്പോൾ നമ്മൾ അതത് ഇവിടെ റാത്ത് ഹൗസ് എന്ന് പറയാതെ നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് ഓഫീസില്ലേ അങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ട് നമ്മുടെ അഡ്രസ്സ്, അതായത് നമ്മൾ പുതിയതായിട്ട് ഇവിടെ താമസിക്കാൻ വന്നു എന്നുള്ളത് നമ്മൾ അവരെ അറിയിക്കണം. അത് 2 ആഴ്ചയ്ക്കുള്ളിൽ 14 ദിവസത്തിനുള്ളിൽ അറിയിക്കണം. അപ്പം നമ്മൾ ആദ്യമേ തന്നെ പോയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യാണ്. നമ്മുടെ അക്കോമഡേഷൻ, അതായത് നമ്മുടെ വീട്, നമ്മൾ താമസിക്കുന്ന സ്ഥലം, നമ്മുടെ അഡ്രസ്സ്, ഇതെല്ലാം രജിസ്റ്റർ ചെയ്യണം പുതിയതായിട്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഭാഗം ക്ലിയറായി. ഇനി എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് വണ്ടി ഉണ്ടെന്ന് വയ്ക്കാം, കാറൊക്കെ ഉണ്ടെങ്കിൽ ഈ കാറിൽ നമ്മൾ സാധാരണ കാർ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് 2 പച്ച കളർ പേപ്പർ കിട്ടും. അതായത് ഒന്ന് ഒരു ഏകദേശം ഒരു A4 സൈസ് ഇതിലായിരിക്കും, അതിൻ്റെ Fahrzeugschein 1. പിന്നെ ഒരു ഇങ്ങനെ നീളത്തിൽ ഒരു കുറച്ച് ഇങ്ങനെ ഇതായിട്ടുള്ളൊരു പേപ്പർ കിട്ടും. അത് നമ്മൾ വണ്ടിയിൽ വെക്കുന്ന പേപ്പറാണ്, വണ്ടിയിൽ സൂക്ഷിക്കേണ്ട പേപ്പറാണ് Fahrzeugschein 2. അപ്പം നമ്മൾ ഈ Fahrzeugschein 2-ൽ നമ്മുടെ അഡ്രസ്സ് ഉണ്ടാവും. ഈ അഡ്രസ്സ് നമ്മൾ പുതിയ സ്ഥലത്തോട്ട് പോകുന്ന സമയത്ത്, അതായത് നമ്മൾ ലാൻഡ്രസാംറ്റ് മാറുകയാണെങ്കിൽ, നമ്മൾ സിറ്റി മാറുകയാണെങ്കിൽ ഈ Fahrzeugschein 2-ലെ അഡ്രസ്സ് നമ്മൾ മാറ്റണം. അപ്പോൾ ഇത് മാറ്റണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇൻഷുറൻസ് ഉണ്ടല്ലോ, കാറിൻ്റെ ഇൻഷുറൻസ്, അവരോട്, അതായത് ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ആണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ പുതിയ അഡ്രസ്സ്, അതായത് പഴയ അഡ്രസ്സ് മാറ്റി പുതിയ അഡ്രസ്സാക്കാം. അല്ലെങ്കിൽ ഇത് നമ്മൾ അവരെ വിളിച്ച്, ഇൻഷുറൻസുകാരെ വിളിച്ച് പറയണം നമ്മുടെ പുതിയ അഡ്രസ്സ് ഇതാണെന്ന്. അപ്പോൾ അവർ നമുക്ക് EVB നമ്പർ, അതായത് EVB nummer, ഇത് നമുക്ക് തരും, ഇത് അയച്ചു തരും. അതൊരു ഇമെയിലായിട്ടോ അല്ലെങ്കിൽ ലെറ്ററായിട്ടോ എങ്ങനെ നമുക്ക് കിട്ടും. എന്നിട്ട് ഈ നമ്പറും നമ്മുടെ പാസ്പോർട്ടും, ഈ EVB നമ്പറും പാസ്പോർട്ടും നമ്മൾ സിറ്റി രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു ഡോക്യുമെൻ്റ് തരും. അതായത് നിങ്ങളിവിടെ രജിസ്റ്റർ ചെയ്തു എന്നുള്ളത്, അതിന് Anmeldungsschein, അതായത് അക്നോളജ്മെൻറ്റ്, ആ പേപ്പർ ഉണ്ടല്ലോ. ഈ 3 സാധനം വെച്ച് നമ്മൾ റാത്ത് ഹൗസിലോ ബ്യൂറോയിലോ എവിടെയും പോയാൽ മതി. ഈ വണ്ടിയുടെ ഈ Fahrzeugschein 2-ലെ അഡ്രസ്സ് മാറ്റാൻ നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. എവിടെ വേണമെങ്കിലും എന്ന് പറഞ്ഞാൽ ബ്യൂറോയോ റാത്ത് ഹൗസോ എവിടെ വേണമെങ്കിലും പോകാം. അല്ലാണ്ട് വണ്ടി രജിസ്റ്റർ ചെയ്യുന്ന സ്ഥലത്ത് പോകണമെന്നില്ല, ആ ഓഫീസിൽ തന്നെ പോകണമെന്നില്ല. ഇത് ചെയ്യാനായിട്ട് സ്റ്റുട്ട്ഗാർട്ട് ഏരിയയിൽ 24 യൂറോ ആണ് ആവുന്നത്. നമ്മൾ എപ്പോഴും നമ്മുടെ ഡോക്യുമെൻറ്റ്സ് കറക്റ്റായി വെക്കുക. ഇനി AFD ഒക്കെ സ്ട്രോങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. AFD അവർ ഇമിഗ്രൻസിന് ഏകദേശം എതിരായിട്ടുള്ള പാർട്ടിയാണ്. സോ ബി കെയർഫുൾ.